മനോഹരമായൊരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇറ്റ് ഈസ് ഈസി ടു ലേൺ ബട്ട് ഡിഫിക്കൽട്ട് ടു അൺലേൺ. നമ്മൾ ഒരു കാര്യം പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ പഠിച്ച കാര്യം ഇങ്ങനെയല്ല എന്ന് മാറിപ്പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത്ര ഈസി ആയിട്ട കാര്യമല്ല. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അൺലേൺ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതിനൊരു ഉദാഹരണം എന്താ ഗോസ്പൽ. നിയമത്തിൽ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി, അതങ്ങനെയാണെന്ന് അവർ വിശ്വസിച്ചു, അതവർ പഠിപ്പിച്ചു. ഇങ്ങനെ പഠിപ്പിച്ച് എല്ലാവരോടും ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു വരികയാണ്. യേശു വന്നിട്ട് അതങ്ങനെ അല്ല എന്ന് അവരെ പഠിപ്പിച്ചു, പുതിയൊരു ടീച്ചിങ് നൽകി. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത്ര എളുപ്പമായിരുന്നില്ല യേശുവിനും ആ സമൂഹത്തിനും നിയമജ്ഞർക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഇന്നത്തെ ഗോസ്പലിൽ നടക്കുന്ന ഇങ്ങനെയാണ്: നിയമജ്ഞർ വിശ്വസിച്ചിട്ടിരുന്നത് യേശു ദാവീദിൻ്റെ പുത്രനെന്നാണ്. ഇതവർ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ യേശു ഈ ടീച്ചിങ്ങിനെ കുറച്ചുകൂടി അൺലേൺ ചെയ്യിപ്പിച്ചു. ഇവർ പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തെ യേശു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനല്ല, അതിനേക്കാൾ ഉപരി അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. യേശു ഇത് കുറച്ചും കൂടി അവർ മനസ്സിലാക്കാനായിട്ട് 110 സങ്കീർത്തനമാണ് കോട്ട് ചെയ്തത്. അങ്ങനെ കോട്ട് ചെയ്ത് അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗോസ്പൽ എൻഡ് ചെയ്യുന്നിടത്ത് പറയുന്നത് അവർ ഹാപ്പിയായി, അവർക്ക് മനസ്സിലായി. കാരണം റെഫറൻസ് ഉണ്ട്, ഫുട് നോട്ടുണ്ട്, ബിബ്ലിയോഗ്രഫി വെച്ച് ക്ലിയർ ആയിട്ടാണ് യേശു ഇത് പറയുന്നത്. അവർക്ക് മനസ്സിലായി. അൺലേൺ ചെയ്യിപ്പിച്ചു യേശു. നമ്മളൊരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ പ്രായം കൂടുമ്പോൾ, അനുഭവം മാറുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ നിലപാടുകൾ മാറും, നമ്മുടെ ശരികൾ മാറും, നമ്മുടെ ചിന്താഗതികൾ മാറും. അങ്ങനെ മാറണം. അങ്ങനെ മാറുന്നിടത്താണ് നമ്മൾ വളരുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നത്. കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ കണ്ടതുപോലെയാണോ കുറച്ചും കൂടി വലുതാകുമ്പോൾ നമ്മൾ കാണുന്നത്? കുഞ്ഞുനാളിൽ നമ്മളൊരു കാര്യത്തെ കണ്ടതുപോലെയാണോ ഒരു മധ്യവയസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ കാണുന്നത്? ഇനി മധ്യവയസ്സിലെത്തുമ്പോൾ കാണുന്ന പോലെയാണോ ഒരു ഓൾഡ് ഏജിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത്? അല്ല. പലർക്കും കാര്യങ്ങളുടെ പെർസെപ്ഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അനുഭവങ്ങളും ജീവിതവും സാഹചര്യങ്ങളൊക്കെ നമ്മളെ പലതും പഠിപ്പിക്കും. ഈ പഠിപ്പിക്കുന്ന ചില ശരികളെ നമ്മൾ അംഗീകരിക്കണം, അൺലേൺ ചെയ്യണം. ജീവിതത്തിലെ പല കാര്യങ്ങളും അൺലേൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായി ഒരു ശരികൾ മനസ്സിലാകുന്നത്. നമ്മളുടെ ശരികൾ എപ്പോഴും ശരികളാകില്ല എന്നൊരു തിരിച്ചറിവ് ഗോസ്പൽ നൽകുന്നുണ്ട്. ചില സമയത്ത് ആരെങ്കിലൊക്കെ ഒരാൾ ഈശോയുടെ രൂപത്തിൽ വന്ന് നമ്മളെ ചില കാര്യം അൺലേൺ ചെയ്യിപ്പിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഗുണം എന്താണെന്നറിയോ? വി ആർ ലേണിംഗ് ന്യൂ തിങ്സ്. ആ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളും പുതിയ മനുഷ്യരായിത്തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.